ഹലോ ഗൈസ്, അപ്പോൾ ഗെയിമർ ജൂനിയസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. ഞാനിപ്പോൾ കുറേ നാളായി ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആ സോംബിയും ക്രീപ്പറൊക്കെ വന്ന് എന്നെ കൊല്ലും. പിന്നെ വില്ലേജൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയില്ലേ, കാണാനില്ല ഇപ്പോൾ വില്ലേജൊക്കെ എവിടെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാൻ പറ്റുമോ നോക്കണമായിരുന്നു. പറ്റൂല ഗൈസ്, പൈസ കൊടുക്കണമല്ലോ ഇതിനൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും ഇപ്രാവശ്യം ക്രിയേറ്റീവിന് ഒന്ന് കളിച്ചു നോക്കിയാൽ. ക്രിയേറ്റീവ് ഒന്ന് കളിച്ചു നോക്കും. ഇത്രയും നാൾ സർവൈവൽ കളിച്ചോണ്ടിരുന്നു. സർവൈവൽ ഇതൊക്കെ പ്ലേ ഇതല്ലേ സർവൈവൽ. അല്ലല്ലോ ഗൈസ്, പ്ലേ ചെയ്യാൻ പറ്റുമോ? പ്ലേ ചെയ്യാൻ പറ്റൂലല്ലോ. സർവൈവൽ ഞാൻ കളിക്കാം ഇപ്പം. ഫേവറേറ്റ് ന്യൂ വേൾഡ് അല്ലേ. ഇപ്പോൾ ഗൈസ് കളി തുടങ്ങിയിട്ടുണ്ട്. ലോഡിങ് ആയി തുടങ്ങുന്നുണ്ട് ഇപ്പം. വന്നില്ലല്ലോ ഇപ്പം. സാധാരണ പെട്ടെന്ന് ആവണ്ടാണല്ലോ. ഇപ്പം സാറ് തുടങ്ങി. ഞാൻ ഏതോ വീട്ടിലാണ് ഇപ്പോൾ. എവിടെയാണിതിപ്പോൾ? കഴിഞ്ഞോട്ടെ, ഞാൻ ഇവിടെ വെച്ച് എന്തൊക്കെയോ നിർത്തിയത്. അല്ല വേണ്ട, വില്ലേജ് തന്നെ നോക്കി പോവാം. ഗായ്സ്, ഞാനിത് പുതിയതായിട്ട് എടുത്താണ് ഗായ്സ്. എൻ്റെ പഴയത് ഞാൻ കളഞ്ഞതാണ്. ഈ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആക്കിയല്ല, പുതിയ സർവൈവർ എടുത്തുന്നു. വല്ല ഐലൻഡ് കണ്ടാൽ വല്ല സാധനങ്ങളെല്ലാം കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കമൻറ്റ് ചെയ്യട്ടെ, ഇഷ്ടമാണെന്നും പറഞ്ഞു. ഇല്ല, വെള്ളത്തിൽ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഫ്രീ ഫയർ ആണോ മൈൻക്രാഫ്റ്റ് ആണോ കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഗൈസ്, നമ്മളിത്ര നേരം മറ്റേ സ്പീഡിലല്ല വെള്ളത്തിൽ നീന്തിയത്, പാലിക്കാൻ സ്പീഡിൽ നിന്നിട്ടുണ്ട്. കാണാനും പറ്റുള്ളല്ലോ. രാത്രി കഴിഞ്ഞാൽ വെള്ളത്തിൽ സോംബി വരും. വെള്ളത്തിൻ്റെ ഇടയിൽ വേറെന്തോ സാധനം ഉണ്ടല്ലേ രാത്രി ആകുമ്പോൾ സോംബിനെ പോലത്തെ. അതൊരു കുത്തൂത്തിയ പകുതി ലൈഫ് പോകും നമ്മളെ. പറഞ്ഞിട്ട് രാത്രി ആവാറല്ല. ഗ്രാനിയുടെ വീഡിയോ വരുന്നതാണ്. ചിലപ്പോൾ നാളെ വല്ലതും ഇടാം. ഗ്രാനിയുടെ വീഡിയോയിലും നാളെ പറ്റുമെങ്കിൽ ഇന്ന് വല്ലതും ഇടാം. എത്താനില്ലല്ലോ. ഇങ്ങനെയൊന്നും നമ്മുടെ മറ്റേ ഓക്സിജൻ പോകും. കണ്ട ഇങ്ങനെ പോണണ്ട. Oh, right. Oh,
സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഡോൾഫിൻ ഉണ്ടോ? ഞാനിതിൽ പട്ടീനെയൊക്കെ പെറ്റാക്കി വളർത്തിയായിരുന്നു. പക്ഷെ പട്ടീനെ സോംബി അറ്റാക്ക് ചെയ്ത് എത്തി. ഉണ്ടോ? ആ പന്നിയുണ്ട്. നമുക്കിത് ഇവിടെ ഈ മരം വെട്ടണം. ഈ മരം എല്ലാ ശരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒക്കെ ഒരു മരം വെട്ടാം ഇപ്പൊ തൽക്കാലത്തേക്ക്. ഓ കണ്ടില്ല. നമുക്ക് തൽക്കാലത്തേക്ക് മരം വെട്ടാം ഇപ്പൊ. നീ റെസിപ്പിയാണല്ലോ. ഈ മരം വെച്ചാൽ മറ്റേ സാൻഡാണ്. സാൻഡിലല്ല സാധനം ഉണ്ടാകുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നുമില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടുത്തെ 5-6 മരം എടുക്കട്ടെ. ഒറ്റമര പോകും. ഓക്കെ, മഴയെല്ലാം തീർന്നു. ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ആക്ച്വലി. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളായി. ഓക്കെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫുഡിനായിട്ടൊരു പന്നീനെ പോലെ മുന്നേ വെപ്പൺസ് വെപ്പൺസൊക്കെ അത്യാവശ്യം ഉള്ളതൊക്കെ ഇല്ല ആയിട്ടില്ല ഗസ്. നല്ലതൊക്കെ ആയിട്ടില്ല. എന്തായാലും ആട് പന്നീനൊക്കെ അല്ലേ ഇപ്പം തൽക്കാലത്തേക്ക്. ഓക്കെ, അങ്ങനെ ഫുഡ് സെറ്റായി. ബീജാങ്ങളൊക്കെ ഉണ്ട്. ഇതെടുത്തേക്കാം. ഡേർട്ട് ഫ്ലെയർ ഇതിലെല്ലാം എല്ലാ സാധനവും ആവശ്യമുള്ളതാണ്. അത് വേറൊരു കാര്യം. ചെമ്മരിയാടാണ് രാത്രി. ഡേർട്ടാണ് ക്ലേ എന്ന് പറഞ്ഞു. എന്ത് പൊട്ടത്തരോ കാട്ടണേ. എനിക്കിങ്ങനെ മൈൻക്രാഫ്റ്റ് അധികം ഒന്നും അങ്ങനെ കളിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കണം. അറിയാറുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ഫയറിനെ പോലെ പ്രൊഫഷണൽ ആയിരുന്നു. പൊട്ടിക്കാൻ പറ്റുമല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യണ പറയണം. പക്ഷേ അതിന് വീട് ഉണ്ടാക്കണ്ടേ. പോയാ രണ്ടെണ്ണം എടുത്ത് തന്നെ റോമ് ഈ സ്ഥലത്ത് വന്ന് അസ്ഥി കൂടെ മനുഷ്യൻ വന്നു.
സർവൈവ് ചെയ്യാൻ ഇതൊന്നുമില്ലല്ലോ. ആടിനെ വന്നു അമ്മയൊക്കെ വന്നു. അയ്യോ അതങ്ങനെ ചത്ത ഞാൻ ചത്തയിലെ ഹെൽത്ത് പോയത്. മറ്റേ ഇത് വന്നു ഇവിടെ അതിനെ പറഞ്ഞത് അസ്ഥിക്കൂട മനുഷ്യൻ. ഓക്കെ ഇതൊന്ന് കഴിക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും പ്ലേസ് ചെയ്തേക്കാം. ബിൽഡിങ്സിനിപ്പോൾ ഓ 7 ബ്രിഡ്ജ് പട്ടണ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ. ഇതിനടുത്തല്ലേ ഒരു നിരപ്പായ സ്ഥലം നമുക്ക് രാവിലെ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ. ഒരു വെട്ടുകാലി വെട്ടളിയ എന്തോരം സോംബി. അയ്യോ ഓ ചത്തളിയ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ എല്ലാ കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാഞ്ഞത്. ഞാൻ നേരത്തെ ഈ ഇതൊക്കെ എടുത്തില്ലേ, മരമൊക്കെ കിട്ടിയില്ലേ, ആ സ്ഥലത്തൊക്കെ ഇട്ട് തന്നെ നമുക്ക് വീടുണ്ടാക്കാം. ഒയ്യോ ക്രീപ്പർ കാവല്ലേ എന്ത് സീനളിയോ. സർവൈവൽ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വേണ്ട. ഇപ്പം രാത്രിയിലും അവൻ്റെ കുറുക്കനെ പട്ടിനെ വല്ലതും വെച്ചാൽ മതിയായിരുന്നു. മറ്റേ 8 കാലിയുടെ പുറത്ത് സോംബി എറിയുന്നു. പക്ഷെ എന്താണല്ലേ അവനിങ്ങാട് വരുമ്പോൾ നമുക്ക് അങ്ങാട് പോവാം. ആരാത് പക്ഷെ ഇങ്ങനെ ഞാൻ ചാവുന്നതാണ്. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടത് ഈ നമ്മുടെ ഈ ഹങ്കർ ലെവൽ ഫുള്ളാണെങ്കിൽ ഹെൽത്ത് കയറുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കയറുന്നുണ്ട് ഇപ്പോൾ ഹെൽത്ത്. ഒക്കെല്ലാം സോംബിയാണല്ലോ ഗൈസ്. അങ്ങോട്ട് പോവാം നമുക്ക്. അയ്യോ ഇവിടെ മേളെ ഒരു 2 കട്ടയുടെ മേളിൽ നിന്ന് വീണാൽ പോലെ ഒരു പകുതിയിലായി പോകും. അപ്പോൾ ഈ കല്ലല്ലേ, സ്റ്റോണല്ലേ ഇത്, പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ തൽക്കാലം സ്റ്റോണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊട്ടിച്ചാൽ ഇൻവിസിബിളായിപ്പോയി. അത് ഞാൻ കണ്ടിട്ടുണ്ടോ അതെവിടെ പോയി എനിക്കാണ് 2 എണ്ണം. എൻ്റെ ആ വെപ്പൺസൊക്കെ ഒന്ന് വരട്ടെ. ഒയ്യോ ഇവിടെ എല്ലാ ജന്തുക്കളും ഉണ്ട്. ചത്തളിയ ഞാൻ വന്നിടണം തോന്നുന്നു ഗൈസ്. ഈ വേൾഡെങ്കിലും ഒന്ന് സർവൈവ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. റെക്കോർഡ് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഗ്ലിച്ചുണ്ട്. ജമ്പിനെ തന്നെ ഞെക്കിയാലൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പിടിക്കണേ.
മരത്തിൻ്റെ വെള്ളത്തിൽ സോമ്പി കയറിയും ഗൈസ്. അതാണ് സീനി. ഓ ഫുഡ് ഗൈസ്. ആ ഹെൽത്ത് അത്ര സീനൊന്നുമില്ല ഇപ്പം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഗെയിമിൽ നമുക്ക് കിടന്നുറങ്ങാണ്ട് രാവിലെയൊക്കെ ഇത്തിരി പണിയാണ്. ആ സ്കെൽട്ട് മച്ചാൻ പോയിട്ടോ. ആ ഇവിടെ ഓക്സിജൻ എടുക്കാൻ പറ്റുമല്ലേ. അയ്യോ അവിടെ ലാവല്ലേ മേളില്. ചത്തളിയാ. അയ്യോ ചത്ത്. അതെന്താണ് രാവിലെ കൊണ്ടുവന്നത്? എവിടെ റീസോണാണോ ഇവനൊക്കെ ശ്വാസമുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇതെവിടെ ഞാൻ സർവ് ഇത് ചെയ്താർന്ന എന്നെ പറയണം. സേവ് ചെയ്താർന്നു. തണ്ണിമത്തൻ. ഓ എന്തോരം തണ്ണിമത്തനാണ് കഴിച്ചത്. നമുക്കാണ് ഇവിടെ തന്നെ വീട് വെച്ചാലേ ഈയിടെ തണ്ണിമത്തനും കിട്ടും. വേണ്ടിട്ട് ഇവരെ എത്തിയപ്പോൾ ഇവരെങ്ങനെ ഒയ്യോ രണ്ടെണ്ണം സീന. രാവിലെ ആകാത്തത് ഇപ്പൊ എവിടെയൊക്കെ കൂടി പോകണ്ടോ. രാവിലെ തുടങ്ങിയോ? ആ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇനി അവന്മാര് ഡൈയാണ്. ക്രീപ്പറിൻ്റെ അടുത്ത് പേടിയാണ്. അവനാണ് എൻ്റെ ഈ 2-3 വീടെന്തോ പൊളിച്ചത്. അവന് ബോംബ് കാണണം. വട്ടർമെലൻ എവിടെ പോയി? ഓ മല ഓർമ്മ മറ്റേ അസ്ഥി കൂടെ ഇരിക്കും. ചാടങ്ങാട് ഇട്ടുമാരെ ഞാൻ കത്തിയും കൊണ്ട് നശിച്ചു. ഇല്ലായിരുന്നു. ഇനി തണ്ണിമത്തനുള്ള സ്ഥലം നോക്കണമല്ലോ. തണ്ണിമത്തൻ അതും പോയാ സ്ഥലം. ഗെയിമിനൊരു മാപ്പെങ്കിലും വേണം. ഇങ്ങനെ അല്ലാണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിടിച്ചിരിക്കുക. ഓ എവിടെയാണ്? ഓ ചിക്കനല്ല കോഴി. കോഴിയൊക്കെ 2 അടി വല്ല അടിച്ചാൽ മതി. വെപ്പൺ കൊണ്ട് 2 അടി അടിച്ചാൽ മതി. മറ്റേ കൊണ്ട് ഓക്കെ. തണ്ണിമത്തനാണ് സ്ഥലം ഇവിടെ. ഇപ്പം ഇതാണ് ഇതിൻ്റെ കുഴപ്പം. കാട്ടൊരു മാപ്പുണ്ടാക്കി വെച്ചാൽ മതി. ലോകത്തിൻ്റെ എത്ര കണ്ട് പിടിക്കാനും പറ്റൂല. എന്നിട്ട് തണ്ണിമത്തനുള്ള സ്ഥലം കിട്ടി. നമുക്കിപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ഇതെല്ലാം കൂടി
ആക്കിയിട്ട് ഈ വീഡിയോ നിർത്താം ഇപ്പം തൽക്കാലത്തേക്ക്. ഇപ്പം തന്നെ ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. ഇപ്പം അവിടെ നിർത്താൻ ഈ വീഡിയോ എല്ലാ ധാന്യത്തിനും കൂടി ആക്കിയിട്ട് തിന്നിട്ട് ഒന്ന് നോക്കി. ഇനി എന്തിനാകുന്നത് ഹെൽത്തൊക്കെ ഫുള്ളല്ലേ. അങ്ങനെ റീസ്പോണായി വരും ഈ തണ്ണിമത്തൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ വീഡിയോ വെക്കാറുണ്ട് നമുക്ക്. ഒരു ചിക്കനെ വലിയ കോഴീനെ കൊല്ലുണ്ട്, ആടിനെയും കൊല്ലുണ്ട്, ഒന്നിനെയും കൊല്ലുണ്ട്. എൻ്റെ വായിൽ കോഴി ചിക്കനാണ് വായു. ഗൈസ്, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം കൂടി ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കണെ കൂടി ഒന്ന് അമർത്തുക. ഗൈസ്, ഇന്നലെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞില്ല, ഇന്ന് ഭയങ്കര കുറച്ച് മതി ഗൈസ്. 1K മതി. ഇപ്പം ചാവടാ ചാവടാ ചാവടാ, നീയൊക്കെ ചാവടാ. ഇതുപോലെ വെള്ളത്തിൽ ഇറക്കണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ മറ്റേ സാധനം എന്താ ട്രേഡ് ചെയ്യണോ എന്താ പറയണം, ട്രേഡ് ചെയ്യാൻ പറ്റുമോ മറ്റേ എന്തെങ്കിലുമൊക്കെ. അവനൊന്ന് കൊന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനെങ്കിലും കിട്ടും. റൈഡ് ഈ തുപ്പല്ലേ. വള്ളി കിട്ടി അവൻ്റെ വള്ളി കിട്ടി. സാധനം തുപ്പോട്ടാകുമ്പോൾ ആ കണ്ട തുപ്പിയതാണ്. ഓർഡർ തുപ്പലടാ ഇവനേലല്ലേ ഞാൻ ഉപദ്രവിച്ചത്. ഇത് ഏത് വാങ്ങാണ്ടിതാണ്. ഇതുണ്ടോ മറ്റേ ആർമറാണ്. ഓ മറ്റേ സാധനം എന്തോ കിട്ടി. ഓ ചിക്കൻ എന്തോ കിട്ടി. ഓക്കെ, കൊന്നവന. എന്തിപ്പോ നമുക്കുണ്ടായത് ചാവാന്നൊക്കെ. വളക്കിക്കൊന്നിയാവുന്ന അവനിപ്പോ. ഇതെന്ന് കഴിഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താൻ പറഞ്ഞുണ്ട്. ഇപ്പൊ കുറേ നേരം ഓക്കെ ഡൈ ആയി. വേറൊരു വിലവുമല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും ലൈക്കൊന്നും അങ്ങനെ അടിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 1K ഒക്കെ പറയണത്. അപ്പോൾ ഈ 1K ലൈക്കൊക്കെ തന്നെ അങ്ങനെയാണ് ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അടിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയി വരുന്നത് ബൈ ബൈ. പിന്നെ നീ മരം ഒന്ന് മുറിക്കട്ടെ. ഒരു സുഖമാണ് ഗൈസ് ഇങ്ങനെ ആരോഗ്യം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓ ഗൈസ്, അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നാൾ ബൈ ബൈ.